ഓം ശാന്തി 26/8/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനമഴ പെയ്യിച്ച് ഈ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്നതിനായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്വർഗത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോകുന്നതിന് വേണ്ടി ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറണം. ചോദ്യം: സർവോത്തമ കുലത്തിലുള്ള കുട്ടികളുടെ മുഖ്യ കർത്തവ്യം എന്താണ്? ഉത്തരം: സദാ ഉയർന്ന ആത്മീയ സേവനം ചെയ്യുക. ഇവിടെയിരുന്നും അല്ലെങ്കിൽ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മാത്രമല്ല മുഴുവൻ വിശ്വത്തെയും പാവനമാക്കി മാറ്റുക. ശ്രീമത്തിലൂടെ ബാബയുടെ സഹായിയായി മാറുക. ഇതാണ് സർവോത്തമ ബ്രാഹ്മണരുടെ കർത്തവ്യം. ഗീതം: ആരാണോ പ്രിയതമനോടൊപ്പം. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ആരാണോ ആത്മീയ അച്ഛനോടൊപ്പമുള്ളത് അവർക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണ്. ഏത് അച്ഛൻ? ശിവബാബ. ബ്രഹ്മബാബയെ ജ്ഞാനത്തിന്റെ സാഗരമെന്ന് പറയില്ല. ശിവബാബയെ തന്നെയാണ് പരംപിത പരമാത്മാവെന്ന് പറയുന്നത്. ഒന്ന് ലൗകിക ശാരീരിക പിതാവ്, രണ്ടാമത്തേത് പാരലൗകിക ആത്മീയ പിതാവ്. അത് ശരീരത്തിന്റെ അച്ഛൻ, ഇത് ആത്മാക്കളുടെ അച്ഛൻ. ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് കേൾപ്പിക്കുന്നത് ജ്ഞാനസാഗരനാണ്. എങ്ങനെയാണോ ഭഗവാൻ എല്ലാവർക്കും ഒന്ന്, അതുപോലെ ജ്ഞാനവും ഒരാൾക്കാണ് നൽകാൻ സാധിക്കുക. ബാക്കി ആരാണോ ഗീത, ശാസ്ത്രം മുതലായവ പഠിക്കുന്നത്, ഭക്തി ചെയ്യുന്നത്, അത് ജ്ഞാനമല്ല. അതിൽ ജ്ഞാനമഴ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭാരതം തികച്ചും ഉണങ്ങി വരണ്ടിരിക്കുന്നു, ദരിദ്രമായി ഇരിക്കുന്നു. ആ മഴ പെയ്യുന്നില്ല എങ്കിൽ ഭൂമിയെല്ലാം ഉണങ്ങിപ്പോകുന്നു. ജ്ഞാനത്തിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നു. അവിടെ ഭൂമി സദാ പച്ചപ്പ് നിറഞ്ഞതായിരിക്കും, ഒരിക്കലും ഉണങ്ങുകയില്ല. ഇതാണ് ജ്ഞാനത്തിന്റെ പഠിപ്പ്. ഈശ്വരനായ ബാബ ജ്ഞാനം നൽകി ദൈവിക സമ്പ്രദായം സ്ഥാപിക്കുന്നു. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. പക്ഷെ എന്നെയും എന്റെ കർത്തവ്യവും അറിയാത്തത് കാരണമാണ് മനുഷ്യർ ഇത്രയും പതിതരും ദുഃഖിതരും നിർധനരുമായി മാറിയത്. പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ അച്ഛനുണ്ടാവില്ല. കുട്ടികൾ വഴക്കിടുമ്പോൾ പറയുമല്ലോ, നിങ്ങളുടെ അച്ഛനുണ്ടോ അതോ ഇല്ലയോ? ഈ സമയം മുഴുവൻ ലോകവും ബാബയെ അറിയുന്നില്ല. അറിയാത്തത് കാരണം ഇത്രയും ദുർഗതിയുണ്ടായി. അറിയുന്നതിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. ആ ബാബയെ ബാബ എന്ന് പറയുന്നു. ആ ബാബയുടെ പേര് ശിവൻ എന്നാണ്. അവരുടെ പേര് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. സന്യാസിക്കുമ്പോൾ പേര് മാറ്റാറുണ്ടല്ലോ. വിവാഹത്തിലും കുമാരിയുടെ പേര് മാറ്റുന്നു. ഇത് ഇവിടെ ഭാരതത്തിലെ ആചാരമാണ്. പുറത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഈ ശിവബാബ എല്ലാവരുടെയും പരമമായ അച്ഛനാണ്. പാടാറുമുണ്ട്, അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. ഭാരതത്തിൽ തന്നെയാണ് വിളിക്കുന്നത്, അങ്ങയുടെ കൃപയാൽ അളവറ്റ സുഖമാണ് എന്ന്. കുട്ടികൾക്കറിയാം, സ്വർഗത്തിൽ വളരെയധികം സുഖമാണ്. അത് പുതിയ ലോകമാണ്. പഴയ ലോകത്തിൽ ദുഃഖം തന്നെയാണ് ഉണ്ടാവുക. ആരാണോ ജീവിച്ചിരിക്കെ നല്ല രീതിയിൽ മരിക്കുന്നത് അവരുടെ പേര് മാറ്റാൻ കഴിയുന്നു. പക്ഷെ മായ വിജയം നേടുന്നുവെങ്കിൽ ബ്രാഹ്മണനിൽ നിന്നും ശൂദ്രനായി മാറുന്നു. അതുകൊണ്ട് ബാബ പേര് വയ്ക്കുന്നില്ല. ബ്രാഹ്മണരുടെ മാലയാണെങ്കിൽ ഉണ്ടായിരിക്കില്ല.
നിങ്ങൾ കുട്ടികൾ സർവോത്തമനായ ഉയർന്ന കുലത്തിലേതാണ്. ഉയർന്ന ആത്മീയ സേവനം ചെയ്യുന്നവരാണ്. ഇവിടെ ഇരുന്നും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും പോയി ഭാരതത്തിന്റെ മാത്രമല്ല മുഴുവൻ വിശ്വത്തിന്റെയും സേവനം ചെയ്യുന്നു. വിശ്വത്തെ നിങ്ങൾ പവിത്രമാക്കി മാറ്റുന്നു. നിങ്ങളാണ് ബാബയുടെ സഹായികൾ. ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് നിങ്ങൾ സഹായിക്കുന്നു. ഈ ഭാരതം തന്നെയാണ് പാവനമാകാനുള്ളത്. നിങ്ങൾ പറയും, നമ്മൾ കൽപ്പകൽപ്പം ഈ ഭാരതത്തെ പവിത്രമാക്കി മാറ്റി പവിത്ര ഭാരതത്തിൽ രാജ്യം ഭരിക്കുന്നു. ബ്രാഹ്മണനിൽ നിന്നും നമ്മൾ ഭാവിയിലെ പവിത്ര ദേവി ദേവതയായി മാറുന്നു. വിരാട്ട രൂപത്തിന്റെ ചിത്രവുമുണ്ട്. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ ബ്രാഹ്മണർ തന്നെയാണ്. എപ്പോഴാണോ പ്രജാപിതാവ് സന്മുഖത്തുള്ളത് അപ്പോഴാണ് ബ്രാഹ്മണരാകുന്നത്. ഇപ്പോൾ നിങ്ങൾ സന്മുഖത്താണ്. നിങ്ങൾ എല്ലാവരും സ്വയം പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് യുക്തിയാണ്. സന്താനമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ സഹോദരീ സഹോദരന്മാരായി മാറുന്നു. സഹോദരീ സഹോദരന്മാർക്കൊരിക്കലും മോശമായ ദൃഷ്ടി ഉണ്ടാകരുത്. ഇപ്പോൾ ബാബ ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. നിങ്ങൾ 63 ജന്മങ്ങൾ പതീതമായിരുന്നു. ഇപ്പോൾ പവിത്ര ലോകമായ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പവിത്രമായി മാറൂ. അവിടേക്ക് പതീത ആത്മാക്കൾക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പരിധിയില്ലാത്ത അച്ഛനായ എന്നെ വിളിക്കുന്നത്. ഈ ആത്മാവ് ശരീരത്തിലൂടെ സംസാരിക്കുന്നു. ശിവബാബയും പറയുന്നു, ഞാൻ ഈ ശരീരത്തിലൂടെ സംസാരിക്കുന്നു. ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെ വരും? എന്റെ ജന്മം ദിവ്യമാണ്. സത്യയുഗത്തിൽ ദൈവിക ഗുണങ്ങളുള്ള ദേവതകളാണ്. ഈ സമയം ആസുരീയ ഗുണമുള്ള മനുഷ്യരാണ്. ഇവിടെയുള്ള മനുഷ്യരെ ദേവതയെന്ന് പറയുകയില്ല. എന്നിട്ടും എങ്ങനെയുള്ളവരാകട്ടെ വലിയ വലിയ പേരെല്ലാം വെക്കുന്നു. മനുഷ്യരാണ് എങ്കിലും വികാരത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ വികാരി ലോകത്തിലാണല്ലോ. നിങ്ങൾ ഭാവിയിൽ നിർവികാരി ദൈവിക ലോകത്തിൽ രാജ്യം ഭരിക്കും. അവിടെയും മനുഷ്യരായിരിക്കും. പക്ഷേ ദൈവിക ഗുണം ഉള്ളവരായിരിക്കും. ഈ സമയം ആസുരീയ ഗുണമുള്ള പതീത മനുഷ്യരാണ്. സ്ഥാപനയും വിനാശവും ചെയ്യുന്നതിന് വേണ്ടി ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്. വേറെ ഏതെല്ലാം ധർമ്മസ്ഥാപകരുണ്ടോ അവർ കേവലം അവരുടെ ധർമ്മം സ്ഥാപിക്കുന്നു. മറ്റ് ധർമ്മങ്ങളുടെ വിനാശം ചെയ്യുന്നില്ല. അവരുടെ ആണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ ഇപ്പോൾ എല്ലാം അവസാനിപ്പിക്കുന്നു. ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും അനേക ധർമ്മങ്ങളുടെ വിനാശവും ചെയ്യിപ്പിക്കുന്നു. ഡ്രാമ അനുസരിച്ച് ഇത് സംഭവിക്കുക തന്നെ വേണം. ബാബ പറയുന്നു, ഞാൻ ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. അതിനുവേണ്ടിയാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യയുഗത്തിൽ അനേക ധർമ്മങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഇവരെല്ലാവരും തിരിച്ചു പോകേണ്ടത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഈ വിനാശം ആർക്കും തടുക്കാൻ സാധിക്കില്ല. എപ്പോഴാണോ വിനാശമുണ്ടാകുന്നത് അപ്പോഴാണ് വിശ്വത്തിൽ ശാന്തി ഉണ്ടാവുന്നത്. ഈ യുദ്ധത്തിലൂടെ തന്നെയാണ് സ്വർഗത്തിന്റെ ഗേറ്റ് തുറക്കുന്നത്. ഇതും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഈ ഏറ്റവും വലിയ യുദ്ധം കൽപ്പം മുൻപും ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രദർശിനിയുടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോൾ ഇതെഴുതൂ. ബാബ പരംധാമത്തിൽ നിന്നും സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, സ്വർഗം സ്ഥാപിക്കുന്ന പിതാവായ ഞാൻ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുകയാണ്. സ്വർഗവാസിയാക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ സഹായം തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും എല്ലാ ആത്മാക്കളെയും ആര് പാവനമാക്കി മാറ്റും? അനേകം ആത്മാക്കളുണ്ട്. ഓരോ വീടുകളിലും നിങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നു.
ഭാരതവാസികളായ നിങ്ങൾ സതോ പ്രധാനമായിരുന്നു. പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സതോ പ്രധാനരായി മാറൂ. മന്മനാ ഭവ. ജ്ഞാനത്തിലൂടെ പകൽ ആരംഭിക്കുന്നു. ബാബ സദ്ഗതി നൽകുന്നതിന് വന്നിരിക്കുന്നു. മനസ്സിലാക്കി കൊടുക്കാൻ നല്ല യുക്തി ആവശ്യമാണ്. ചിലർ നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നു, ചിലർ കുറച്ചു ചെയ്യുന്നു. പ്രദർശനിയിലും ആരാണോ നല്ല നല്ല കുട്ടികൾ അവർ നന്നായി മനസ്സിലാക്കി കൊടുക്കുന്നു. എങ്ങനെയാണോ ബാബ ടീച്ചറാകുന്നത് അതുപോലെ കുട്ടികളും ടീച്ചർ ആവേണ്ടതുണ്ട്. പാടുന്നുമുണ്ട്, സദ്ഗുരു ഉയർത്തും. സത്യഖണ്ഡത്തിന്റെ സ്ഥാപന നടത്തുന്ന സത്യമായ അച്ഛൻ എന്ന് ബാബയെ പറയുന്നു. അസത്യഖണ്ഡം സ്ഥാപിക്കുന്നത് രാവണനാണ്. ഇപ്പോൾ സദ്ഗതി നൽകുന്ന ആളെ ലഭിച്ചിരിക്കുന്നു. സദ്ഗുരു ഒന്നു മാത്രമാണ്. പറയുന്നുമുണ്ട്, സദ്ഗുരു അകാലനാണ്. എന്നിട്ടും അനേകം ഗുരുക്കന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സിഖുകാർ സ്വയം തന്നെ പറയുന്നു, സദ്ഗുരു അകാലനാണ്. അർത്ഥം, ആരെയാണോ കാലൻ വിഴുങ്ങാത്തത്. മനുഷ്യരെയാണെങ്കിൽ കാലൻ വിഴുങ്ങുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, മന്മനാ ഭവ. അവരുടേത് പിന്നെ ഇതാണ്, ഈശ്വര മന്ത്രം ഉരവിടുകയാണെങ്കിൽ സുഖം ലഭിക്കുന്നു എന്ന്. മുഖ്യമായത് 2 അക്ഷരമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഈശ്വരനെ സ്മരിക്കൂ. ഈശ്വരൻ ഒന്നു മാത്രമാണ്. ഗുരുനാനാക്കും ഈശ്വരനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈശ്വരനെ ജപിക്കൂ. വാസ്തവത്തിൽ നിങ്ങൾക്ക് ജപിക്കേണ്ടതില്ല, ഓർമ്മിക്കണം. ഇതാണ് അജപാജപം. വായിലൂടെ ഒന്നും പറയേണ്ടതില്ല. ശിവ ശിവ എന്നും പറയേണ്ട. നിങ്ങൾക്കാണെങ്കിൽ ശാന്തിധാമത്തിലേക്ക് പോകണം. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കൂ. അജപാജപവും ഒന്നിന്റെ മാത്രമാണ് ഉണ്ടാവേണ്ടത്. അതാണ് ബാബ പഠിപ്പിക്കുന്നത്. അവർ എത്ര മണിക്കൂർ ജപിക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു, മഹിമ ചെയ്യുന്നു, പറയുന്നു അച്യുതം കേശവം. എന്നാൽ ഒരക്ഷരം പോലും മനസ്സിലാക്കുന്നില്ല. സുഖം നൽകുന്നത് ഒരേ ഒരു ബാബ മാത്രമാണ്. വ്യാസനെന്നും ബാബയെ തന്നെയാണ് പറയുക. ബാബയിൽ ജ്ഞാനമുണ്ട്, അത് നൽകുന്നു. സുഖവും ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ നമ്മുടെ ഉയരുന്ന കല ഉണ്ടാകുന്നു. ഏണിപ്പടിയിൽ കലകളെയും കാണിച്ചിരിക്കുന്നു. ഈ സമയം ഒരു കലയുമില്ല. നിർഗുണനായ എന്നിൽ ഒരു കലയുമില്ല. ഒരു നിർഗുണ സ്ഥാപനവുമുണ്ട്. ഇപ്പോൾ ബാബ പറയുന്നു, ബാലകൻ മഹാത്മാവിന് തുല്യമാണ്. അവരിൽ യാതൊരു അവഗുണവുമില്ല. അവരെ പിന്നെ നിർഗുണ ബാലകരെന്ന് പേര് വെച്ചിരിക്കുന്നു. അഥവാ ബാലകനിൽ ഗുണമില്ല എങ്കിൽ അച്ഛനിലും ഇല്ല. എല്ലാവരിലും അവഗുണമാണ്. ഗുണവാനായി മാറുന്നത് കേവലം ദേവതകളാണ്. ഒന്നാമത്തെ അവഗുണമാണ് ബാബയെ അറിയാത്തത്. രണ്ടാമത്തെ അവഗുണമാണ് വിഷയസാഗരത്തിൽ മുങ്ങിത്താഴുന്നത്. ബാബ പറയുന്നു, പകുതി കൽപ്പം നിങ്ങൾ മുങ്ങിത്താണു. ഇപ്പോൾ ജ്ഞാനസാഗരനായ ഞാൻ നിങ്ങളെ പാൽക്കടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ നിങ്ങൾക്ക് ക്ഷീരസാഗരത്തിലേക്ക് പോകുന്നതിനു വേണ്ടി പഠിപ്പ് നൽകുന്നു. ഞാൻ ഇദ്ദേഹത്തിന്റെ ആത്മാവിന്റെ കൂടെ വന്നിരിക്കുന്നു. ഞാൻ സ്വതന്ത്രനാണ്. എവിടെ വേണമെങ്കിലും പോകാനും വരാനും കഴിയുന്നു. നിങ്ങൾ പിതൃക്കളെ കഴിപ്പിക്കുമ്പോൾ ആത്മാക്കളെയല്ലേ കഴിപ്പിക്കുന്നത്? ശരീരമാണെങ്കിൽ ഭസ്മമായി പോകുന്നു. അതിനെ കാണാൻ പോലും കഴിയില്ല. മനസ്സിലാക്കുന്നു, ഇന്നയാളുടെ ആത്മാവിന്റെ ശ്രാദ്ധമാണ്. ആത്മാവിനെ വിളിക്കുന്നു. ഇതും ഡ്രാമയിൽ പാർട്ടാണ്. ഇടയ്ക്ക് വരുന്നു, ഇടയ്ക്ക് വരുന്നില്ല. ചിലർ സംസാരിക്കുന്നു, ചിലർ ഒന്നും പറയില്ല. ഇവിടെയും ആത്മാവിനെ വിളിക്കുന്നു, വന്ന് സംസാരിക്കുന്നു.
പക്ഷെ ഇങ്ങനെ പറയുന്നില്ല ഇന്ന സ്ഥലത്ത് ജന്മമെടുത്തു എന്ന്. കേവലം ഇത്രമാത്രം പറയും, ഞങ്ങൾ വളരെ സുഖിയാണ്, നല്ല വീട്ടിൽ ജന്മമെടുത്തു. നല്ല ജ്ഞാനമുള്ള കുട്ടികൾ നല്ല വീട്ടിലേക്ക് പോകും. കുറച്ച് ജ്ഞാനമുള്ളവർ കുറഞ്ഞ പദവി നേടും. ബാക്കി സുഖമൊക്കെയാണ്. രാജാവാകുന്നതാണോ നല്ലത്, അതോ ദാസിയാകുന്നതാണോ നല്ലത്? രാജാവാകണമെങ്കിൽ ഈ പഠിപ്പിൽ മുഴുകൂ. ലോകം വളരെ മോശമാണ്. ലോകത്തിലെ സംഘത്തെ കുസംഘമെന്ന് പറയും. ഒരു സത്യമായ സംഘം മാത്രമേ മറുകര എത്തിക്കൂ. ബാക്കിയെല്ലാം മുക്കിത്താഴ്ത്തും. ബാബയ്ക്ക് എല്ലാവരുടെയും ജാതകം അറിയുമല്ലോ. ഇത് പാപത്തിന്റെ ലോകമാണ്. അപ്പോഴാണ് വിളിക്കുന്നത്, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകൂ. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, എന്റേതായി മാറിയ ശേഷം എന്റെ മതത്തിലൂടെ നടക്കൂ. ഇത് വളരെ മോശമായ ലോകമാണ്. അഴിമതിയാണ്. ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളെ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നതിനു വേണ്ടി വന്നിരിക്കുകയാണ്. അതിനാൽ വളരെയധികം സന്തോഷം ഉണ്ടാവണമല്ലോ. വാസ്തവത്തിൽ ഇതാണ് സത്യമായ ഗീത. പിന്നീട് ഈ ജ്ഞാനം പ്രായലോപമാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജ്ഞാനമുണ്ട്. പിന്നീട് അടുത്ത ജന്മമെടുക്കുമ്പോൾ ജ്ഞാനം അവസാനിക്കും. പിന്നീടാണ് പ്രാപ്തി. നിങ്ങളെ പുരുഷോത്തമനാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ബാബ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാബയെ അറിഞ്ഞു. അമരനാഥത്തിലേക്ക് യാത്ര നടത്തുന്നു. പറയൂ, ആരെയാണോ സൂക്ഷ്മവതനത്തിൽ കാണിക്കുന്നത്, അവർ പിന്നെ സ്ഥൂലവതനത്തിൽ എവിടെ നിന്ന് വന്നു? പർവ്വതം മുതലായവയെല്ലാം ഇവിടെയാണല്ലോ. പാർവതിക്ക് ജ്ഞാനം നൽകുന്നു. അവിടെ പതീതരെങ്ങനെ ഉണ്ടാവാൻ സാധിക്കും? മഞ്ഞുകട്ടയുടെ ലിംഗമിരുന്ന് കൈകൊണ്ട് ഉണ്ടാക്കുന്നു. അതാണെങ്കിൽ എവിടെയും ഉണ്ടാക്കാൻ സാധിക്കുന്നു. മനുഷ്യർ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മനസ്സിലാക്കുന്നില്ല. ശങ്കരന്റെ അടുത്ത് പാർവതി എവിടെ നിന്ന് വന്നു? ആരവരെ പാവനമാക്കും? ശങ്കരൻ ദേവതയാണ്. മനുഷ്യർക്ക് എത്രയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. പവിഴ ബുദ്ധിയായി മാറാൻ കഴിയുന്നില്ല. പ്രദർശനികളിൽ എത്ര പേരാണ് വരുന്നത്? പറയും, ജ്ഞാനമെല്ലാം വളരെ നല്ലതാണ്, എല്ലാവരും എടുക്കണം. നിങ്ങൾ എടുത്തോളൂ. പറയും, ഞങ്ങൾക്ക് സമയമില്ല. പ്രദർശനിയിൽ ഇതും എഴുതണം. ഈ യുദ്ധത്തിനു മുൻപ് ബാബ സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിനാശത്തിന് ശേഷം സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. ബാബ പറഞ്ഞിട്ടുണ്ട്, ഓരോ ചിത്രത്തിലും എഴുതൂ, പാരലൗകിക പരംപിത പരമാത്മാ ത്രിമൂർത്തി ശിവ ഭഗവാന്റെ വാക്കാണ്. ത്രിമൂർത്തി എന്ന് എഴുതിയില്ല എങ്കിൽ പറയും, ശിവൻ നിരാകാരനാണ്. ആ ബാബ എങ്ങനെ ജ്ഞാനം നൽകും? മനസ്സിലാക്കി കൊടുക്കണം. ഇവരാദ്യം വെളുത്തതായിരുന്നു, ശ്രീകൃഷ്ണനായിരുന്നു. പിന്നീട് ഇപ്പോൾ കറുത്ത മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. പിന്നീട് ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. പാട്ടുമുണ്ട്, മനുഷ്യനിൽ നിന്നും ദേവതയാക്കി. പിന്നീട് പടിയിറങ്ങി മനുഷ്യനായി മാറുന്നു. പിന്നീട് ബാബ വന്ന് ദേവതയാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, എനിക്ക് വരേണ്ടി വരുന്നു. കൽപ്പകൽപ്പം കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ വരുന്നു. യുഗേ യുഗേ എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ സംഗമയുഗത്തിൽ വന്ന് നിങ്ങളെ പുണ്യാത്മാവാക്കി മാറ്റുന്നു. പിന്നീട് രാവണൻ നിങ്ങളെ പാപാത്മാവാക്കി മാറ്റുന്നു. ബാബ തന്നെയാണ് പഴയ ലോകം പുതിയതാക്കി മാറ്റുന്നത്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം.
ഒന്ന്, ബാബയ്ക്ക് സമാനം ടീച്ചറായി മാറണം. വളരെ യുക്തിയോടുകൂടി എല്ലാവരെയും ഈ അസത്യഖണ്ഡത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സത്യഖണ്ഡത്തിൽ പോകുന്നതിന് യോഗ്യരാക്കി മാറ്റണം. 2, ലോകത്തിലെ കൂട്ടുകെട്ട് കുസംഗമാണ്. അതുകൊണ്ട് കുസംഗത്തിൽ നിന്ന് മാറ്റി ഒരു സത്യമായ സംഘം ഉണ്ടാക്കണം. ഉയർന്ന പദവിക്ക് വേണ്ടി ഈ പഠിപ്പിൽ മുഴുകണം. ഒരു ബാബയുടെ മതത്തിലൂടെ തന്നെ നടക്കണം. വരദാനം: തന്റെ എല്ലാം സേവനത്തിൽ അർപ്പണം ചെയ്യുന്ന ഗുപ്തദാനിയും പുണ്യാത്മാവുമായി ഭവിക്കട്ടെ. ഏത് സേവനം ചെയ്യുകയാണെങ്കിലും അതിനെ വിശ്വമംഗള കാര്യത്തിനായി അർപ്പണം ചെയ്തുകൊണ്ടേ പോകൂ. എങ്ങനെയാണോ ഭക്തിയിൽ ഗുപ്തദാനികളെ പുണ്യാത്മാക്കളെന്ന് പറയുന്നത്, അവർ എല്ലാം എല്ലാവരുടെയും മംഗളത്തിന് വേണ്ടിയാകട്ടെ എന്നാണ് വിചാരിക്കാറുള്ളത്. അതുപോലെ താങ്കളുടെ ഓരോ സങ്കല്പവും സേവനത്തിൽ അർപ്പണമാകട്ടെ. ഒരിക്കലും എന്റേത് എന്ന ആഗ്രഹം വെക്കരുത്. എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യൂ. ഏത് സേവനമാണോ വിഘ്നരൂപമാകുന്നത് അതിനെ സത്യമായ സേവനമെന്ന് പറയാനാവില്ല. അതിനാൽ എന്റേതെന്ന ഭാവം ഉപേക്ഷിച്ച് ഗുപ്തവും സത്യവുമായ സേവാധാരിയായി മാറി സേവനത്തിലൂടെ വിശ്വമംഗളം ചെയ്തുകൊണ്ടിരിക്കൂ. സ്ലോഗൻ: ഓരോ കാര്യവും ബാബയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സഹജമായി അനുഭവപ്പെടും. അവ്യക്ത സൂചന: സഹജ യോഗിയായി മാറണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയായി മാറൂ. ആദികാലത്ത് അല്ലെങ്കിൽ അമൃതവേള സമയത്ത് തന്റെ ഹൃദയത്തിൽ പരമാത്മ സ്നേഹം സമ്പൂർണ്ണ രൂപത്തിൽ ധാരണ ചെയ്യണം. ഹൃദയത്തിൽ പരമാത്മ സ്നേഹം, പരമാത്മ ശക്തികൾ, പരമാത്മ ജ്ഞാനം എന്നിവ ഫുള്ളായി ഉണ്ടെങ്കിൽ ഒരിക്കലും മറ്റാരോടും അടുപ്പമോ സ്നേഹമോ ഉണ്ടാകില്ല. ബാബയോട് സത്യമായ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് സമാനവും കർമാതീതവുമായ അവസ്ഥ. ചെയ്യിപ്പിക്കുന്ന ആളായി മാറി കർമ്മം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഒരിക്കലും മനസ്സ്, ബുദ്ധി, സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട് ഒരു കർമ്മവും ചെയ്യരുത്. ഓം ശാന്തി.